എല്ലാവർക്കും ലില്ലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സോപ്പ് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സോപ്പാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് സ്ക്രബിന് വേണ്ടിയിട്ടുള്ള പാക്ക് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പാക്കുകൾ ഇട്ടിരിക്കാനൊക്കെ മടിയുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ലൈറ്റൻ ചെയ്ത് ബ്രൈറ്റൻ ചെയ്ത് വെക്കാനും നന്നായിട്ട് സോഫ്റ്റാക്കി വെക്കാനും നന്നായി എക്സ്ഫോലിയേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇത്രയും മാത്രം ഒരു സോപ്പ് ബേസാണ്. ഇപ്പം ഞാനിത് ഇവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. അതാണ് ഇതിനൊരു ഓറഞ്ച് കളർ. നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ നല്ല പ്യുവർ വൈറ്റായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു കളറായിട്ട് കിട്ടുന്നത്. ഇതിപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ അരിപ്പൊടിയാണ്. അരിപ്പൊടി നമുക്ക് ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പിൻ്റെ ആ ഒരു സൈസും ഒക്കെ അനുസരിച്ചിട്ടാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്, അതായത് സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓയിൽ. അപ്പം ഞാനത് ഇതിൽ കാണിക്കാനായിട്ട് വിട്ടുപോയി. ഇത് രണ്ടും മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഡബിൾ ബോയിലിങ്ങിന് വെക്കാം. ഡബിൾ ബോയിലിംഗ് ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം എടുത്തിട്ട് കുറച്ചും കൂടെ ഇപ്പം ഞാൻ വലിയ പാത്രത്തിലേക്ക് മാറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞായ കാരണം എനിക്ക് മറ്റേ ക്ലച്ച് വെച്ചിട്ട് പിടിക്കാൻ പറ്റില്ല. ഇത് നന്നായി ചൂടാവുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ വലിയ പാത്രത്തിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് അലിയട്ടെ കേട്ടോ. ഇപ്പം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് അളവ് ആഡ് ചെയ്യുമ്പോൾ ഓരോ ടീസ്പൂണായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് കട്ട കെട്ടാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ചെയ്യണം, കാരണം ഇത് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി സെറ്റായി പോവും. അപ്പോൾ അതുമാത്രമല്ല, അപ്പോൾ ഇളക്കിയിട്ട് ഈ കട്ട അങ്ങനെ തന്നെ നിൽക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടികളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഇത് സെറ്റായി പോകും. ഇൻ കേസ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞ് കിട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് മെൽറ്റായി കിട്ടും. ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിലോ സ്മെല്ല് തരുന്ന എന്തെങ്കിലും നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത് ചോദിച്ച് മേടിച്ചാൽ മതി. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ടീ ട്രീ ഓയിലോ ലാവൻഡർ ഓയിലോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് അധികം ആഡ് ചെയ്ത് പോയി. അപ്പോൾ ഒരു 5-6 ഡ്രോപ്പ് മതി. അപ്പോൾ അതും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒരു മോൾഡാണ്. മോൾഡ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്ത പോലെ ഏതെങ്കിലും ഒരു ചിപ്പിൻ്റെ മൂടി അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുപ്പിയുടെ ബാഗൊക്കെ വെച്ചിട്ട് കുറച്ചൊരു എണ്ണ അതിൽ പരട്ടി കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒഴിച്ച് കൊടുക്കാം. സോപ്പ് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് പരട്ടി കൊടുക്കാൻ പറയുന്നത്. ഇനി ഇതിൻ്റെ മേലെയുള്ള ആ പതപതയില്ലേ അത് പോവാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ടൊന്ന് പച്ചവെള്ളം നിറച്ചിട്ട് അതിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ റോസ് വാട്ടർ എന്താണെങ്കിലും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പത അങ്ങനെ പൊക്കോളും. അപ്പോൾ ഇനി ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നോർമൽ ടെമ്പറേച്ചറിലാണെങ്കിൽ ഒരു 6 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടും. ഞാൻ ഫ്രീസറിലാണ് വെച്ചത്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്തപ്പോൾ കണ്ട അതിൻ്റെ കുമിളകളൊക്കെ മേലെ അതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റി. കണ്ടോ, ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അരിപ്പൊടിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനായിട്ടും എക്സ്ഫോലിയേറ്റ് ചെയ്യാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിനകത്തുള്ള വൈറ്റമിൻ ബി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ സ്കിന്നിൻ്റെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടി നമ്മുടെ റിങ്കിൾസൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മുടെ ഫെയർ സ്കിന്നാക്കി വെക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അരിപ്പൊടിയിലുള്ള ചെറിയ തരികൾ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യുക വഴി നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കി വെക്കാനായിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരുപാട് കെമിക്കൽസ് അടങ്ങിയ സോപ്പ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് നമ്മൾ ഇതുപോലെ വീട്ടിലുണ്ടാക്കുന്ന ഇതുപോലത്തെ നുറുങ്ങ് വിദ്യകളൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന സോപ്പ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.